സൂപ്പർ സിനിമ, ഒന്നും പറയാനില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇവരായിട്ട് ഭയങ്കര ജീവിതമല്ലേ, കണ്ടിറങ്ങിയത് ഭയങ്കര വിഷമമാണ്. എന്തോ ഭയങ്കര ഫീലിംഗ് തോന്നുന്നുണ്ട്. കൊള്ളാം, അടിപൊളി, കൊള്ളാം, അടിപൊളി, നല്ല സിനിമ. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് കൊള്ളാം, നല്ല കൊള്ളാം. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയിൽ എന്തോ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് നന്നായിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ അതെ, ഒരുപാട് ബുദ്ധിമുട്ടി അഭിനയിച്ചിട്ടുണ്ട്. സീൻ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അഭിനയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ, കൊള്ളാം, കുഴപ്പമില്ല, കുഴപ്പമില്ല, നല്ല പടം. എന്താണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്? പൃഥ്വിരാജിന്റെ ആക്ടിങ് ഇല്ല, വായിച്ചിട്ടില്ല, ബുക്ക് വായിച്ചിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു ഡെഡിക്കേഷൻ? എങ്ങനെയുണ്ട് ഈ ഒരു പടത്തിനായിട്ട്? പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഞെട്ടിയായിരുന്നു ആ ഒരു സീൻ കണ്ടിട്ട്? സീൻ ഒരു സ്പെസിഫിക് 2-3 സീനുണ്ട്, അറിയത്തില്ല. പക്ഷേ മമ്മൂട്ടി പറയുന്ന പോലെ തേച്ച് ഇനിയും മിനുങ്ങും. നല്ല പടം, നല്ല പടം. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്താണ് ഈ സിനിമ? പൃഥ്വിരാജിനെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, നന്നായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. നോവൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അറിയുന്നത് ഇപ്പോഴാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ഡെഡിക്കേഷൻ എങ്ങനെയുണ്ട്? ഒത്തിരി എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ സീനുകളും നല്ലതാണ്, ഒത്തിരി എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. കുഴപ്പമില്ല, നല്ലത്. നല്ല മൂവിയാണ്. നോവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചില്ല. ടീസർ ട്രെയിലർ കാണാതെയാണ് വന്ന് കണ്ടത്. പക്ഷെ അടിപൊളി പടമാണ്, ബെസ്റ്റ് ആക്ടിങ് ആണ്. എന്തായാലും അവാർഡ് ഉറപ്പാണ്, അവാർഡ് മൂവിയാണ്. പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ അടിപൊളിയാണ് സാറിൻ്റെ. നല്ലൊരു മൂവി, വെരി ഗുഡ് ഫിലിമാണ്. നല്ല മേക്കിംഗ് ആണ്, സിനിമാറ്റോഗ്രാഫി, എവറിത്തിങ് ഇസ് നൈസ്. അതെ, 100% നീതിപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ഫിലിമാണ്. അത് ഇത്രയും ഡ്യൂറേഷൻ ഗുണമുണ്ടായിരിക്കും. എന്തായാലും ബെസ്റ്റ് ഫിലിമാണ്, കണ്ടിരിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫിലിം. കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? ഇതുവരെ കാണാത്തൊരു സിനിമകളൊക്കെ കാണാറുണ്ട്. ഇത് ഒരുപാട് വ്യത്യസ്തമല്ലേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മെലിഞ്ഞിട്ടുള്ള രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സങ്കടം തോന്നിയത് കണ്ടു. യഥാർത്ഥത്തിൽ നടന്ന ഒരു മനുഷ്യന്റെ കഥയും കൂടാണല്ലോ നജീബ് എന്ന് പറഞ്ഞത്. അതെ. ഒരു സീന് കണ്ടിട്ട് ഞെട്ടിപ്പോയായിരുന്നു, ഇത്രയും മെലിഞ്ഞിട്ട്. അതെ, കണ്ടു. ഇഷ്ടപ്പെട്ടു. വളരെ നല്ല മൂവിയാണ്, ഒന്നും പറയില്ല. നോവൽ വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ബുക്കിനെ അതേപോലെ അവർ കോപ്പി ചെയ്ത് വച്ചിട്ടില്ല. അതിൽ വലിയൊരു താങ്ക്സ് ആ ടീമിനോട്. ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു ഫീലാണ്, സിനിമ കാണുമ്പോൾ കിട്ടുന്ന വേറൊരു ഫീലാണ്. അങ്ങനെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് സിനിമാറ്റിക്കലി അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം. ആൻഡ് പൃഥ്വിരാജ്, ബ്ലെസ്സി, അതിൽ ഹക്കീമായിട്ട് അഭിനയിച്ച പയ്യൻ, എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഐ കാൺ ബിലീവ് പൃഥ്വിരാജ് ഇങ്ങനെ ശരിക്കും എനിക്ക് നോവൽ വായിച്ചിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പം ശരിക്കും കരച്ചിൽ വന്നു. തിയേറ്ററിലുള്ള എല്ലാവരും ഇമോഷണലായിരുന്നു. ഒരുപാട് ഞെട്ടിപ്പോയി. കാരണം ഇതിന് നമ്മൾ പെട്ടെന്ന് കാണിച്ച് ഞെട്ടിക്കുന്ന ഒരു ജംപ് സ്കെയർ ഒന്നുമല്ല, ഓരോ പ്രോസസ്സിലൂടെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞെട്ടുന്നതിനേക്കാളും നമുക്ക് ആ ഒരു എംപത്തി ഫീൽ ചെയ്യും ആ ക്യാരക്ടറിനോട്. ഇതിൽ കൂടുതൽ മെലിഞ്ഞ മേ ബി റിയൽ ലൈഫ് നജീബ് ഇതിലും കൂടുതൽ ചിലപ്പോൾ മെലിഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ പൃഥ്വിരാജ് ഇതിൽ കാണിച്ചത് ഒരു മനുഷ്യനും എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത്. നല്ല ഫിലിം. ഞാൻ വായിച്ചിട്ടില്ല, മറ്റുള്ളവർ വായിച്ചിട്ടുണ്ട്. ഇതൊരു പെയിൻഫുൾ ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ നോവൽ വായിച്ചു, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ലൈക്ക് സ്റ്റോറി എനിക്ക് ഇതിനു മുന്നേ അറിഞ്ഞൂടായിരുന്നു. ലൈക്ക് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ സ്റ്റോറി. ഞാൻ ആക്ച്വലി അത് കാണണ്ടെന്ന് വെച്ചിട്ട് തിയേറ്ററിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് കാണണമെന്ന് വെച്ചിരുന്നു. പറയാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞ്. യെസ്, ഫുൾ ലൈക്ക് കുറേ സീൻസൊക്കെ നമുക്ക് ലൈക്ക് കാണണം. കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു മൂവിയിൽ വന്നപ്പോൾ നജീബായിട്ട്? പൃഥ്വിരാജ് ലൈക്ക് വേരിയസ് റോൾസ് ലൈക്ക് ഒരു ലെവൽ തന്നെ നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പലരും പറഞ്ഞ ഒരു കരിയർ ബെസ്റ്റ് തന്നെയാണെന്ന്. ഷുവർ, കരിയർ ബെസ്റ്റ്. സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് ഞെട്ടിച്ചായിരുന്നു? അതിങ്ങനെ ഗ്രാജുവലി ഇപ്പം മെലിയൊന്നും അറിയായിരുന്നു, പക്ഷെ ഇത്രത്തോളം പുള്ളിക്കാർ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്യുന്ന നമ്മൾ എത്രയൊക്കെ കണ്ടാലും കാണണം. അടിപൊളിയാണ്.
ഇത് വായിച്ചിട്ടുണ്ടോ ഈ നോവല്? വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് സിനിമയായിട്ട് വന്നപ്പോൾ ഇത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് അനുഭവിച്ചാൽ നമുക്ക് അത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും. അടിപൊളി. സിനിമ കിട്ടിയായിരുന്നു. പിന്നെ അതിന് വായിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു. നല്ല അഭിനയം. പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ് തന്നെയാണ് ഫുള്ള്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഇതുണ്ടല്ലോ, സീൻ ഉണ്ടല്ലോ, പെട്ടെന്നുള്ള ഒരു ഷട്ടിൽ. സത്യം പറഞ്ഞ അവാർഡ് കൊടുക്കണം, ഓസ്കാർ തന്നെ കൊടുക്കണം. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് എന്തായാലും അറിയാം, പക്ഷെ അത് ഇത്രത്തോളം അതെ ഇത്രത്തോളം ഇരിഞ്ഞത് എന്തായാലും നല്ല സൂപ്പറായിരുന്നു. ഇതിന്റെ നോവല് വായിച്ചിട്ടുണ്ടായിരുന്നു? നോവല് കുറച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ മൂവി ആയിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പ്ലസ് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല അഭിനയമാണ് പൃഥ്വിരാജിന്റെ, നല്ല ജീവിക്കുന്ന പോലെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീന് കാണിക്കുന്നുണ്ട്, ഒരു ഷട്ടിൽസ് ആയിട്ടുള്ള? അത് നല്ല അതെങ്ങനെയാ ഞെട്ടിയായിരുന്നു തിയേറ്ററിൽ നിന്ന്? ഇല്ല, അത് അതിലൊരു നേരത്തെ വായിച്ചിട്ടുണ്ട്, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ സിനിമയായിട്ട് അത് കാണുമ്പോൾ അത് ഗ്രാജുവലി ഇതിപ്പം മെലിയെന്ന് അറിയായിരുന്നു, ഇത്രത്തോളം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞെട്ടലായിരുന്നു. വിഷ്വൽ ട്രീറ്റ്സ് പിന്നെ നോവല് വായിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ട്. സിനിമയായിട്ട് കണ്ടപ്പം സിനിമയായിട്ട് കണ്ടപ്പോൾ അതുപോലെ പറ്റില്ലല്ലോ, സ്ക്രിപ്റ്റ് അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വായനക്കാർക്ക് ഒരു ഫുൾഫിൽ ചെയ്തോ? കാര്യം നമുക്ക് ആ ഒരു ഫുൾഫില്ല് ചെയ്തില്ല, പറയാൻ പറ്റില്ല. ഫുൾഫിൽ ചെയ്തിട്ടില്ല, എന്നാലും ഇത്രയൊക്കെയല്ലേ പറ്റുമോ. നല്ല ഇതുപോലൊരു വിഷ്വൽ ട്രീറ്റ് അടിപൊളി പറയാനില്ല. പറയാനില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, പ്രതീക്ഷിക്കാനും മേലെയായിരുന്നു. വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ നോവൽ വായിച്ചപ്പോഴേക്കും അതും ഇതുമായിട്ട്, കാരണം നോവൽ വേറൊരു ഇതാണ്, ഇത് അതിനേക്കാളും മേലെയാണ്. അപ്പോൾ വിഷ്വലി പിന്നെ എന്ത് പറയുക, ഇതിനേക്കാളും മേലെ ഈ പടം ഇനി ചെയ്തു വെക്കാൻ പറ്റില്ല, കാരണം അന്ന് എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് പൃഥ്വിരാജിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ, എല്ലാം നല്ലോണം തന്നെ. കാരണം അതൊട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നതാണല്ലേ. ആ ഒരു വിഷ്വൽ, നമുക്ക് വിഷ്വൽ തന്നെ കണ്ട് തന്നെ അറിയണം. വളരെ നല്ല മൂവിയായിരുന്നു. ബുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബുക്കിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വേറൊരു രീതിയിലായിരുന്നു. പക്ഷേ ആർട്ട് എന്ന രീതിയിൽ രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പായിരുന്നു. ബുക്ക് വായിച്ച ഒരാൾക്ക് ഒരു വേറിട്ടൊരു അനുഭവം എന്ന രീതിയിലായിരുന്നു. ഫീലിംഗ് ഭയങ്കര നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ഹക്കീം മരിക്കുന്ന ആ ഒരു സീൻ കറക്റ്റ് നമ്മൾ ബുക്കിൽ വായനക്കാരുടെ ഇമാജിനേഷൻ്റെ ഒരു കറക്റ്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശമായിട്ടുള്ളൊരു നല്ല മൂവിയായിരുന്നു. നോവലിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആർട്ടും സിനിമ വേറൊരു ആർട്ടും, രണ്ട് ടൈപ്പിലാണ്. അതിപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ അതിന് കാണിക്കുന്നതിന് പരിധിയുണ്ട്. വായനക്കാരൻ്റെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്, ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് ഞാൻ വായിക്കുമ്പോൾ കണ്ട ഇമാജിനേഷൻ ഡയറക്ടറിന് പറ്റണമെന്ന് നിന്നല്ലോ. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു മൂവിയായിരുന്നു. ഡെഡിക്കേഷൻ, അതായത് അതെ ഷർട്ട്ലെസ് സീൻ അതിൽ കാണുമ്പോഴാണ് എത്രത്തോളം ഞെട്ടി. കാരണം കുറേയധികം ലൂസ് സ്കിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ അറിയുന്നത് ആ സീൻ കാണുമ്പോഴാണ്. ഇതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഷർട്ട്ലെസ് സീന് വരുമ്പോഴാണ് ആ ലൂസ് സ്കിന്നിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. തിയേറ്ററിൽ വളരെയധികം കയ്യടിയൊക്കെ ഉണ്ടാക്കിയിരുന്ന സീനായിരുന്നു. വളരെ നല്ലതായിരുന്നു.